എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ റേറസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഷെവർലയുടെ സ്റ്റിംഗ്രേ ആണ് നമ്മളിന്ന് കാണുന്നത്. ഇന്ത്യയിൽ ഒരേ ഒരു പീസേ ഉള്ളൂ, അതാണ് എൻ്റെ പ്രത്യേകത. അത് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്റ്റിംഗ്രയുടെ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നുണ്ടെന്ന് ഇങ്ങനെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ചോദിച്ചു, വാഗണാറിൻ്റെ സ്റ്റിംഗ്രേ ആണെന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല സാധനം, ഇത് വേറൊരു മുതലാണ്. അപ്പോൾ അതാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രാൻഡിനെ കുറിച്ച് പറയാം. ഷെവർലെ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഇന്ത്യയിൽ കുറേ വാഹനങ്ങൾ അവരുടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് പോക്കറ്റ് റോക്കറ്റായിട്ടൊക്കെ അറിയപ്പെടുന്ന അവരുടെ ബീറ്റൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാഹനങ്ങളൊന്നാണ്. അപ്പം ഷെവർലെ ശരിക്കും പറഞ്ഞ ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഷെവർലയുടെ കോവറ്റ് ആണ് വരുന്നത്. കോവറ്റ് അതുപോലെ തന്നെ ZR1 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. സ്റ്റിംഗ്രേ എന്നാണ് ഇത് പൊതുവെ ഈ വാഹനം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കാർനെറ്റ് വഴി നമ്മുടെ പ്രിയപ്പെട്ട നിതിൻ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിതിൻ ചേട്ടൻ ഇവിടെ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലോട്ടസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നിതിൻ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഈ വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് പൊതുവെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമല്ല. ഇത് പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഒരു 6 മാസത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമുക്കിതൊക്കെ കാണുക അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. സോ അഗൈൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പം ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. കോവറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലൈക്ക് ജനറൽ മോട്ടോഴ്സിന് അണ്ടറിൽ വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഷെവർലയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പം അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്പോർട്സ് കാറാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർഫോമൻസിലായിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2.6 സെക്കൻഡ്സിൽ 100 കിലോമീറ്റർ ഹിറ്റ് ആകാൻ പറ്റുന്നതാണ്. അതായത് നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗം കൊണ്ട് വണ്ടി 100 കിലോമീറ്റർ വേഗത ആർജിക്കും. അതുപോലെ ഇതിനകത്തൊരു V8 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വരുന്ന സമയത്തേക്ക് പറയാം. അപ്പം പ്രധാനമായിട്ടും ഒരു സ്പോർട്സ് കാറിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഡിസൈനിൻ്റെ ഒരു എലമെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഭയങ്കര എയറോഡൈനാമിക്കലായിട്ടുള്ള ഡിസൈനാണ്. കാരണം വാഹനത്തിൻ്റെ വെയിറ്റ് കുറവായിരിക്കണം, എന്നാൽ വാഹനത്തിൻ്റെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം മെറ്റൽ പ്ലസ് ഈ പറയുന്ന പോലെ കാർബൺ ഫൈബറിൻ്റെ ഒരു കോമ്പിനേഷനിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം കാർബൺ ഫൈബർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് നമ്മളൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പൊട്ടി മാറാതിരിക്കാൻ വേണ്ടിയുള്ള, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ പറയുന്ന പോലെ മെറ്റലൊക്കെ ആണെങ്കിലും സൂപ്പറായിട്ടുള്ള സ്ട്രോങ് ആണ്, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഈ എയർക്രാഫ്റ്റിനൊക്കെ നമ്മൾ അലുമിനിയം കൊണ്ടാണ് ബോഡി ഉണ്ടാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ്ങുമാണ്, എന്നാൽ ലൈറ്റ് വെയിറ്റും ആണ് വരുന്നത്. അപ്പം അതേപോലുള്ള ഡിസൈനാണ് സ്പോർട്സ് കാറുകൾക്ക് പൊതുവെ അവലംബിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ കാറ്റിങ്ങനെ കയറി ഇറങ്ങി പോകണം. വാഹനത്തിനകത്ത് അധികം കാറ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പം ഒരു ഒഴുക്കൻ ലെവലിലായിരിക്കും. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ടഡ് ആയിരിക്കും വണ്ടി. എപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പൊക്കമൊന്നും ഉണ്ടാകത്തില്ല. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര കുറവായിരിക്കും പൊതുവെ ഈ വാഹനത്തിൻ്റെ. പിന്നെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് സ്റ്റിംഗ്രേ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേരെന്ന് പറയുന്നത്. സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ തെരണ്ടി എന്ന് പറയുന്ന സാധനം, ചില നാട്ടിൽ തെരച്ചി എന്ന് പറയും, അല്ലെങ്കിൽ തെരണ്ടി എന്ന് പറയും. ഇപ്പം തെരണ്ടി മത്സ്യത്തിൻ്റെ ലുക്കിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ഫ്രെയിമിൽ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലുക്കിലേക്കാണ് ഈ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിംഗ്രയുടെ ലോഗോസൊക്കെ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കളേഴ്സിലേക്ക് തന്നെ വരാം. ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടോർച്ച് റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. നമുക്ക് 10ഓളം കളേഴ്സിൽ ഈ വാഹനം അവൈലബിൾ ആണ്. അത് നമ്മൾ പറയുന്നത് പോലെ ലൈക്ക് ഡൾ കളേഴ്സ്, എല്ലാം ബ്രൈറ്റ് ഇടിവെട്ട് കളേഴ്സാണ്, യെല്ലോയും അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് വരുന്നത്. ഭയങ്കര രസമായിരിക്കും വാഹനം. ഇതിപ്പോൾ തന്നെ നിങ്ങൾ ആ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ റെഡ് കളർ എന്തുമാത്രം അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ ഒരു ഈ പറയുന്ന പോലെ ബോണറ്റിലേക്ക് 2 ലൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി ചായഞ്ഞിറങ്ങി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഈ വാഹനത്തിൻ്റെ ലോഗോ ആണ്. അത് നമ്മൾ ഇതുവരെ പൊതുവെ കണ്ടിട്ടില്ലാത്തല്ല, നിങ്ങൾ പൊതുവെ ശ്രദ്ധിച്ചിട്ടുള്ള ലോഗോ ആണ്. 1-2 ലോഗോസിൻ്റെ കോമ്പിനേഷനാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെവർലയുടെ ലോഗോ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ചെക്കേർഡ് ഫ്ലാഗ് ഉണ്ട്. ചെക്കേർഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് വാഹനങ്ങളുടെ ഈ പറയുന്ന പോലെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്ലാഗിനെയാണ് ചെക്കേർഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഇതിനകത്തൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എലമെൻറ്റും കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ലില്ലിയാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ ഷെവർലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ഫാമിലിയുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രഞ്ചിലാണ്. അപ്പം ഫ്രഞ്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ലില്ലിയും കൂടെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ലോഗോ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ലൈറ്റ്സ് ആണ്. ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള 2 DRLs വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടല്ലേ. ഇതുണ്ടോ, ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലാണ് ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് വരുന്ന വിഷനാണ്. അപ്പോൾ LED ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് സ്കേർട്ടിങ്സ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ നിങ്ങൾ ആ ഒരു വാഹനത്തിൻ്റെ ആ സ്പോർട്സ് കാറിനെ ഫ്രണ്ടിൽ നിന്ന് ലുക്ക് തന്നെ കണ്ടില്ലേ. ഇങ്ങനെ ഈ കാറ്റിങ്ങനെ കയറി ഇറങ്ങി കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എയർ ഇൻടേക്ക് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് വരും. പ്രത്യേകിച്ച് ടയർ കണ്ട് ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ടയറൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഡിസ്കുകൾ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻടേക്കുകളൊക്കെയാണ് പൊതുവെ അവിടെ വരുന്നത്.
കാരണം ഈ വാഹനം സ്പോർട്സ് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ബുഗാട്ടി ഷിറോണിൻ്റെ ഒക്കെ വീഡിയോസിനകത്ത് ബ്രേക്കിംഗ് നോക്കിക്കഴിയുന്ന സമയത്ത് പാഡുകളൊക്കെ ചൂടായിട്ട് റെഡ് കളറിലേക്ക് വരും. അപ്പം അത്രയും ഫാസ്റ്ററായിട്ട് പോകുന്ന വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റംസിനെ എപ്പോഴും കൂൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇവിടുത്തെ വണ്ടിയല്ല, ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കാർനെറ്റ് വഴി വന്നതാണ്. 6 മന്ത്സോളം ഈ ഒരു വാഹനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ ഈ വാഹനത്തിനകത്ത് ഒരുപാട് ക്യാമറയുടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ക്യാമറ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിസിബിലിറ്റി, കാരണം ഇത് ഒത്തിരി താന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ കോക്പിറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ലുക്കുകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം എന്തെങ്കിലും ഹമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനം നമുക്കൊന്ന് റേസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈഡ്രോളിക്കലി നമുക്ക് ഈ വാഹനം നമുക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റും, ഇച്ചിരി പൊക്കം കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ക്യാമറാസ് ഈ വാഹനത്തിൻ്റെ വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് പോയി നോക്കാം. ഇതൊരു പക്ക കൺവേർട്ടിബിൾ ആയിട്ട് വരുന്നൊരു വെഹിക്കിളാണ്. കൺവേർട്ടിബിൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ലൈക്ക് ഈ പറയുന്ന പോലെ മൂടി തുറക്കാവുന്ന, മണ്ട തുറക്കാവുന്ന ഒരു വാഹനമാണ്. 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ആ 80 കിലോമീറ്ററിനകത്ത് സഞ്ചരിക്കുമ്പോൾ പോലും നമുക്ക് ഇതിൻ്റെ ഒരു മൂടി നമുക്ക് തുറക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം, പ്രത്യേകിച്ച് അകത്തേക്ക് കയറുന്ന കുറച്ച് ഡീറ്റെയിൽ വരും. എന്നാലും നമ്മുടെ ഫസ്റ്റ് ലുക്കിലേക്ക് നോക്കുന്ന സമയത്ത് സീറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കുക, ഭയങ്കര ലെതററ്റ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ് വരുന്നത്. പക്ക ഏറ്റവും വില കൂടിയ ലെതേഴ്സാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ ഫൈബേഴ്സിന് കുറേ എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്കിലേക്ക് ഒന്ന് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ വാഹനത്തിനകത്ത് നമുക്ക് ഈ പറയുന്ന നമുക്ക് മിറേഴ്സ് പോലെ നമുക്ക് എടുക്കാം. ഇതാണ് വാഹനത്തിൻ്റെ മിറേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിക്ഷൻ, മോണിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര വില കൂടിയ വണ്ടി ആയതുകൊണ്ട് വില ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊരു ഇത് നമുക്കൊരു ഇതിനെ ശരിക്കും പറഞ്ഞാൽ V8 ആണെങ്കിലും ഇതൊരു ഈ ഒരു സ്പോർട്സ് കാർ സെഗ്മെൻറ്റിൽ ഇതൊരു എൻട്രി ലെവലാണെന്നാണ് പറയുന്നത്. ലൈക്ക് എന്നാൽ പോലും ഇതിന് ഏകദേശം 1 crore താഴെ വില വരുള്ളൂ. കാരണം വെച്ചാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡബിളാണ് ഇമ്പോർട്ടിൻ്റെ ഇതെന്ന് പറയുന്നത്. ഒരു വാല്യൂ വെച്ച് പുറത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 50 lakhs ആയിരിക്കും എമൗണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് 2 ഇരട്ടിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്ക് മുകളിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്കായിരിക്കും വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മിറേഴ്സ് നമുക്ക് അവിടെ കാണാം, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീലിലേക്ക് നോക്കാം. ഇതിനകത്ത് മിഷലിൻ്റെ ബ്രാൻഡ് ടയേഴ്സാണ് നമുക്ക് കിടക്കുന്നത്. വളരെ ലോ പ്രൊഫൈൽ വരികയാണ്, ടയറിന് ഇത്ര മാത്രം കട്ടിയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അലോയ്സ് കാർബൺ ഫൈബറിൽ വരുന്ന, അല്ലെങ്കിൽ കാർബൺ ഫൈബർ സ്റ്റീലിൽ വരുന്ന അലോയ്സ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ മറ്റേ ആ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ആ ഒരു സ്പോക്ഡ് ആയിട്ട് 1, 2, 3, 4, 5 സ്പോക്ഡ് ആയിട്ട് വരുന്ന ഒരു അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് ആയിട്ട് വരുന്ന ബ്രേക്കുകളൊക്കെയാണ് വേണ്ടത്. കോവറ്റിൻ്റെ ആ ഒരു റെഡ് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇതെനിക്ക് തോന്നുന്ന ടയേഴ്സ് ചേഞ്ച് ഉണ്ട്. അപ്പുറത്ത് കിടക്കുന്ന മെഷീനിലാണ്. അപ്പോൾ ഇത് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ടയറാണ് ഈ കിടക്കുന്നത് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ കാണാം. ഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിൽ, ഈ ഇതാണ്, ഇതൊരു ഹാൻഡിലാന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പറയാം ഇതൊരു എയർ കർട്ടനാണ്. അതായത് അകത്തെ എഞ്ചിനാണ്. ഇതൊരു മിഡ് എഞ്ചിനായിട്ട് വരുന്ന വാഹനമാണ്. എഞ്ചിൻ ഇരിക്കുന്നത് നടുക്ക് വശത്താണ്, അല്ല വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും അല്ല. അപ്പോൾ എഞ്ചിൻ ഇരിക്കുന്നത് നടുക്കാണ്. ഫ്രണ്ടിലും ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതാണ്, ലൈക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 പേർക്ക് മാത്രമേ വാഹനത്തിനകത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഹിഡൻ ആയിട്ട് വരുന്ന ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്രെയിംലെസ് ആയിട്ട് വരുന്ന ഡോറാണ്. ഗ്ലാസ് കയറ്റി ഇടുന്ന സമയത്ത് ഫ്രെയിം ഉണ്ടാകത്തില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡോറും കാര്യങ്ങളും വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ല വാഹനത്തിൻ്റെ നടുക്കായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡ്രൈവറൊക്കെ ഇരിക്കുന്നത് ഫ്രണ്ട് വശത്താണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഒത്ത നടുക്കാണ് എഞ്ചിൻ ഇരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു V8 ആയിട്ട് വരുന്ന എഞ്ചിനാണ്. ട്വിൻ ടർബോ ചാർജിലായിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സീരീസ് എന്ന് പറഞ്ഞാൽ LT7 5.5 DOHC ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 8 സ്പീഡായിട്ട് വരുന്ന ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനായിട്ട് മേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. കാരണം 1064 ഹോഴ്സ് പവർ ആണ് ഈ വാഹനം. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ കാർസൊക്കെ നമ്മൾ കാണുന്നത് 130, 140 അല്ലെങ്കിൽ 200 bhp ഒക്കെയാണ് നമ്മൾ പൊതുവേ നമ്മുടെ കാർസിന് കാണുന്നത്. അപ്പോൾ ഇത് 1000-ന് മുകളിലുണ്ട്. അതുപോലെ തന്നെ ടോർക്ക് ഫിഗേഴ്സ് നോക്കിയാലും 1022 Nm ടോർക്സ് ഉണ്ട്. സാധാരണ നമ്മുടെ കാറൊക്കെ നമ്മൾ നോക്കുകയാണ്, ഇപ്പം നമ്മൾ ഇന്നലെ റിവ്യൂ ചെയ്ത താറൊക്കെ ആണെങ്കിൽ ഒരു 370 Nm ടോർക്കേ ഉള്ളൂ. എന്നിട്ട് അത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു 1022 Nm ടോർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്.
പിന്നെ ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിന്റെ ഓർഡർ വരുന്ന സമയത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതിന് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രീമിയം പെട്രോൾ ആണ്. അതായത് ഒക്ടൈൻ കൂടുതലുള്ള പെട്രോൾ അടിക്കാനേ പറ്റും. നോർമൽ പെട്രോൾ ഇതിന് അടിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാലും അങ്ങനത്തെ പമ്പ്സ്, അതായത് പ്രീമിയം പമ്പ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ഫ്യൂവൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു എഞ്ചിനെ കുറിച്ച് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതൊരു സ്പോർട്സ് വാഹനമാകുമ്പോൾ ഇതിന്റെ ഒരു പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 2.6 സെക്കൻഡിൽ 100 ഹിറ്റ് ആകും എന്നുള്ളതാണ്. 8000 RPM വാഹനം നമുക്ക് റെഡ് ലൈൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അത്രയും പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തോട്ട് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ZR1 എന്ന് പറയുന്ന ഈ ഒരു കോബറ്റിന്റെ ഈ ഒരു സ്റ്റിംഗ് റേ. അപ്പോൾ കോബറ്റ് സ്റ്റിംഗ് റേയുടെ ഒരു ബാക്ക് പ്രൊഫൈലാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈലാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു സ്പോയിലർ അല്ല. പക്ഷേ നമുക്ക് ഈ സ്പോർട്സ് കാറുകളിലൊക്കെ നമുക്ക് ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഇതിനകത്ത് ഓപ്ഷനായിട്ട് നമുക്ക് സ്പോയിലർ വയ്ക്കാം. കാർബൺ ഫൈബറിന്റെ ഒരു സ്പോയിലർ വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഡിസൈൻ്റെ എലമെന്റ് ആണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഡിസൈൻ്റെ എലമെന്റ് ആണ്. എന്നാൽ അതിലുപരിയായിട്ട് സ്പോർട്സ് കാറുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്പോയിലറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് ബ്രേക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ വിമാനം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനത്തിന്റെ ഫ്ലാപ്പ് ഇറങ്ങാൻ നേരത്തെ ഫ്ലാപ്പ് മുകളിലോട്ട് പൊങ്ങുന്ന പോലെ തന്നെ ഇത് ഇത്രയും സ്പീഡുള്ള വാഹനം ആയതുകൊണ്ട് സ്പോയിലേഴ്സിന്റെ ഒരു കേസ് വരുന്നത് നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള സ്പോയിലർ ആയിരിക്കും. അപ്പം അത് ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കും. അപ്പം അങ്ങ് കാറ്റിന്റെ റെസിസ്റ്റൻസ് കാരണം വണ്ടിയുടെ വേഗത കുറയും. അപ്പം അങ്ങനെയൊക്കെയാണ് സ്പോയിലറിന്റെ യൂസസ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ആ കോർബറ്റ് എന്നുള്ള റൈറ്റിംഗ് നമുക്ക് ഇവിടെ കാണാം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് ഓടി വന്നുകൊണ്ട് വാഹനം വാഷ് ചെയ്ത് കിടക്കുന്നതിനുള്ള ചെളിയും കാര്യങ്ങളുണ്ട്. എന്നാലും കുറച്ച് ചെളിയൊക്കെ ഉള്ളതാണ് വാഹനത്തിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് വരും. അതുപോലെ ബാക്കിൽ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു ടെയിൽ ലാമ്പ് സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പാർക്ക് ലൈറ്റ്സ് ആണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലാമ്പ് സെറ്റ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഒരു ഇൻടേക്ക് അല്ല, ഒരു എക്സോസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. എയർ എക്സോസ്റ്റ് ഏരിയ ആണ് കാണുന്നത് പറഞ്ഞാൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് എഞ്ചിൻ ഇരിക്കുന്നത് ഒത്ത നടുക്കായതുകൊണ്ട് തന്നെ ഈ ഒരു ഡോറിന്റെ സൈഡിൽ കൂടെയുള്ള വെന്റിൽ കൂടെ കാറ്റ് കയറി വാഹനത്തിന്റെ എഞ്ചിൻ തണുപ്പിച്ച് അത് പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സോസ്റ്റ് ആയിട്ടുള്ള വഴിയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ വളരെ ഈ ഒരു ഡോറിന്റെ സൈഡിൽ കൂടെ വളരെ വേഗത്തിൽ എയർ കയറി പുറത്തേക്ക് പോകും. അപ്പോൾ അത് എയറോഡൈനാമിക്കലിയും അതിനെ സഹായിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ എയറിനെ തടഞ്ഞു നിർത്താതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാർബൺ ഫൈബേഴ്സ് ആണ് കംപ്ലീറ്റ് കാണുന്നത്. അതുപോലെ ഡ്യുവൽ എക്സോസ്റ്റ് ആണ് നമുക്ക് കാണുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. V8 വരുന്നതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ 1000-ലധികം HP വരുന്നതുകൊണ്ട് തന്നെ ഇതിന് അത്രയും ഇത് ഒരു എക്സോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കണം. അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു വാഹനം നമുക്ക് ഇതിൻ്റെ ഓണർ വന്നതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് അകത്തേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡോസ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതിക്ക് വന്ന് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് കാണാനില്ല. അപ്പുറത്തെ വശത്താണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് വീൽ ഡ്രൈവിംഗ് ആണ്. അപ്പോൾ അപ്പുറത്തെ വശത്ത് നിന്ന് കണ്ടാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. നമ്മൾ ഈ വാഹനത്തിനകത്തെ ഫീച്ചേഴ്സ് നോക്കുവാണ്. അപ്പം ഇതിൻ്റെ വാഹനത്തിൻ്റെ ഡോർ ട്രിമും കാര്യങ്ങളൊക്കെ കാണുന്നത് ഫുള്ള് ഈ ഒരു ഏരിയയൊക്കെ റെഡ് കളറുള്ള ലെതറൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പീക്കേഴ്സാണ് ആദ്യം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. കണ്ട ആ ഒരു അലുമിനിയം ഫിനിഷിൽ വരുന്ന ഒരു ഏരിയയിലാണ് സ്പീക്കേഴ്സിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ആ ബോസിൻ്റെ പെർഫോമൻസ് സീരീസ് ആയിട്ട് വരുന്ന സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്പീക്കേഴ്സ് ഒന്നുമില്ല. കാരണം 2 പേർക്ക് മാത്രമേ ഇരിക്കാനുള്ളത് കൊണ്ട് അതിനകത്ത് ട്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ ബാക്കിലേക്ക് വരുന്ന ഒരു സബും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഡോസിൽ വരുന്ന കൺട്രോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടതാണ്, നമ്മുടെ കാറുകൾക്കൊക്കെ കാണുന്ന പോലെ നമുക്കൊരു ലിവർ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ തള്ളിയാണ് വാഹനം തുറക്കുന്നത്. അപ്പോൾ വാഹനം ലോക്ക് ചെയ്യാനും ഡോറി ലോക്ക് ചെയ്യാനുള്ള ഒരു കീസും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ ഉണ്ട്. ബൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാർസൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇനിയാണ് ഇതിനകത്ത് ഇതാണ് ഈ വാഹനത്തിന്റെ ഒരു സിൽക്ക് ലാഡിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റിംഗ് റേ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ ഒരു വാഹനത്തിന്റെ ഒരു സീറ്റ് പൊസിഷൻ ഇങ്ങനെയാണ്. ഒത്തിരി താഴാണ് നമ്മൾ സീറ്റ്സിലേക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇത് ഈ ഡ്രൈവർ സീറ്റ്സിന് പറയുന്ന പറഞ്ഞാൽ ഒരുപാട് തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റും. നമുക്ക് വാഹനത്തിൻ്റെ നമുക്ക് ഹൈറ്റ് നമുക്ക് ലൈറ്റായിട്ട് സീറ്റിൻ്റെ ഹൈറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റും. അതുപോലെ തന്നെ പല രീതിയിലുള്ള നമ്മുടെ ലംബർ സപ്പോർട്ടുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കരുതിക്കേണ്ടത്. ഇത് കണ്ടോ, ഇത്രയും തരത്തിലുള്ള കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഏകദേശം 10-ലധികം കൺട്രോൾസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഈ സീറ്റ്സിനകത്ത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള, കാരണം ഒരു സ്പോർട്സ് വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ബോഡി എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് ഇടാം.
ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ സാധാരണ ഒരു ഫ്ലാറ്റ് ബോട്ടം കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, മണ്ടയിലും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡി ഷേപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, രണ്ട് വശം ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു സ്പോർട്ടി ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വോയിസിന്റെ അസിസ്റ്റുകളും അതുപോലെ മീഡിയയുടെ കൺട്രോളും ഒക്കെയാണ് പൊതുവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതൊരു വാഹനത്തിന്റെ ഒരു കൺസോളാണ്. ഇപ്പോൾ വാഹനത്തിന്റെ ഒരു കൺസോൾ നമുക്ക് ഓൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈ വാഹനത്തിന്റെ ഒരു കൺസോൾ എന്ന് പറയുന്നത്. അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. രണ്ട് വലിയ സ്ക്രീൻസ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡഡ് ആണ്. അപ്പം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അറിയത്തില്ല. ഇത് നമ്മൾ നോർമൽ കാറിൽ കാണുന്ന പോലെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഫോണൊക്കെ പെയർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഡാഷ്ബോർഡ് ഏരിയ, അല്ലെങ്കിൽ കോക്പിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കിവിടെ നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നമുക്ക് ആക്സിലേറ്റർ ഒക്കെ നമുക്ക് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലൈക്ക് കാല് നീട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സീറ്റ് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കുഴിയിലിരുന്ന് നമ്മൾ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ. സാധാരണ നമ്മൾ ഒരു പൊക്കത്തിൽ നിന്ന് ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നതല്ല. അപ്പോൾ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര അടിപൊളിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എ സിയുടെ വെന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്കൊരു ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെ കാണാൻ പറ്റും. നമുക്ക് അവിടെ, അതായത് പൊങ്ങിയൊന്നും വരത്തില്ല, പക്ഷേ ആ ഒരു സ്ക്രീനിനകത്ത് നമുക്ക് ഹെഡ്സപ്പ് ഡിസ്പ്ലേ കാണാൻ പറ്റും. അത് നമുക്ക് ക്യാമറയിൽ കൂടെ അത് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്ക് ബ്രേക്ക് ഇതാ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. അപ്പം അതും അങ്ങനെ ഒരു ഫീച്ചറാണ്. സാധാരണ നമ്മളിങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് കാർ പൊതുവേ നമ്മുടെ നാടുകളിൽ കാണാറില്ലല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മളൊരു സൈഡിൽ ഇരിക്കുന്നത്, നമ്മളെപ്പോഴും അവിടെ ഇരുന്നിരുന്ന് ഇവിടെ ഇരിക്കുമ്പോഴൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ മെയിനായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതൊരു 8 സ്പീഡായിട്ട് വരുന്ന DCT ട്രാൻസ്മിഷനാണ്. അപ്പോൾ ട്രാൻസ്മിഷൻസ് ആണ് ഇവിടെ വരുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ തന്നെ മാനുവലായിട്ട് ഓടിക്കാനുള്ള സംവിധാനങ്ങളാണ്. അപ്പം ഇത് ഈ വാഹനത്തിന്റെ മോഡ് സ്വിച്ച് ആണ് കേട്ടോ. ഒരു പ്രത്യേക കവറിങ്ങിലാണ് ഈ മോഡ് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത് കവർ ചെയ്ത് വെച്ചെന്ന് എനിക്കറിയത്തില്ല, ഭംഗിക്ക് വേണ്ടിയായിരിക്കും. അതിനകത്ത് ആ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മോഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് ലൈക്ക് കുറച്ച് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മൈ മോഡ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസ്, സസ്പെൻഷന്, ബ്രേക്കിൻ്റെ ഫീല്, എഞ്ചിൻ്റെ സൗണ്ട്, അതായത് എക്സോസ്റ്റിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതൊരു മോഡാണ്. പിന്നെ ടൂർ മോഡുണ്ട്. അതിനകത്ത് പലതരത്തിലുള്ള സെറ്റിങ്സ് ആണ്. അതായത് പ്രീസെറ്റ് ആയിട്ട് വരുന്ന കുറേ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ഇത് സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽ, അതുപോലെ സ്റ്റിയറിംഗ്, ഇതിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റികളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ട്രാക്ക് മോഡാണ്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് റേസിംഗ് വണ്ടി പോലെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് എല്ലാം കൂട്ടിയിടാം. അതായത് ട്രാക്ക് മോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിൻ്റെ സെൻസിറ്റിവിറ്റി ഒത്തിരി കൂട്ടാം. കാരണം പെട്ടെന്ന് ടേണൊക്കെ എടുക്കേണ്ട വരുന്ന സമയത്താണെങ്കിൽ അതിനെ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 2 ബോട്ടിൽ ഹോൾഡറാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൺട്രോൾസിൽ വരുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ ഡ്രൈവേഴ്സിൻ്റെ കൺട്രോൾ, അതായത് സീറ്റിൻ്റെ വെന്റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും AC-യുടെ കൺട്രോൾസൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ കോ ഡ്രൈവറിൻ്റെ കൺട്രോൾസ് ആണ്. ഇതെല്ലാം ഈ ഒരു ലൈനിലാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു വശത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സബ് വൂഫർ സിസ്റ്റമാണ് വരുന്നത്. ബോസിൻ്റെ സബ് വൂഫറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ആ ഒരു വശത്തേക്ക് വരുമ്പോൾ കോ ഡ്രൈവറിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് സെയിം ആയിട്ട് വരുന്നത്. ഈ ഡ്രൈവറിൻ്റെ അതേ സീറ്റ് പോലെ തന്നെയുള്ള സംവിധാനങ്ങൾ ആ വശത്തുമുണ്ട്. സ്റ്റിയറിംഗ് മാത്രമേ ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ AC-യുടെ കൺട്രോളും മെൻസും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇന്റീരിയർ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് കൺവേർട്ടിബിൾ ആണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ സൺറൂഫ് വേണമെന്ന് പറയും. ഇതിന് സൺറൂഫ് വേണ്ട, റൂഫേ വേണ്ട, മൊത്തം നമുക്ക് കഴിച്ചു മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ IRBM ഒക്കെ ഈ വാഹനത്തിൻ്റെ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 2 റീഡിംഗ് ലാംപ്സ് പേരിന് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഇരുന്ന് ആരെന്ത് വായിക്കാനല്ലേ, പെർഫോമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. 2 സൺവൈസേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വാൻറ്റി മിറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, സെറ്റ്, ഒരു രക്ഷയില്ല. അപ്പം ഈ വശത്തും വാൻറ്റി മിറേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും സംവിധാനങ്ങളാണ് ഈ വാഹനത്തിനത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോക്പിറ്റിൻ്റെ വിശേഷങ്ങൾ. പുറകോട്ട് സീറ്റിലേക്ക് പോകാമെന്ന് വെച്ചാൽ പുറകിലത്തെ സീറ്റിൽ 2 പേർക്കും മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളും നിങ്ങളുടെ പ്രണയിനിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനും മാത്രം പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കൂട്ടുകാരനെ കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റിംഗ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓണറായിട്ടുള്ള നിതിൻ ചേട്ടനോട് നമുക്ക് ഇതിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് തിരുവനന്തപുരത്താണ് ഈ റേറസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഓണർ നമ്മുടെ നിതിൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓക്കെ, സെക്കൻഡ് ടൈം ആണ് വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലോട്ടസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊണ്ടുപോയി അല്ലേ? ലോട്ടസ് തിരിച്ചു കൊണ്ടുപോയി. ഓക്കെ, ഇത് എത്ര നാളുണ്ടാവും? ഇത് 6 മാസം
6 മാസം ഉണ്ടാവും അല്ലേ? എന്താ ഈ കാറിനെ കുറിച്ച് ഒരു പെട്ടെന്ന് പറയാനുള്ളത്? പെട്ടെന്ന് പറയാനുള്ള ഭയങ്കര ഒരു ഐ ക്യാച്ചറാണ്. എന്ന് പറയണേ ഒരു ഹെഡ് ടേണറാണ്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 10 ദിവസം ആയുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഒരുവിധം എല്ലായിടത്തും എന്താ പറയുക കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അതെ, ഇത് 2.66 സെക്കൻഡിൽ 100 ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇത്ര ഭയങ്കര ലോ പ്രൊഫൈൽ വരുന്ന വണ്ടിയാണ്. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടിട്ട് ഓടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കട്ടറോ കുഴിയോ പ്രശ്നങ്ങളൊക്കെ? അല്ല, ഈ വേരിയന്റില് നമുക്കൊരു ലിഫ്റ്റ് കിറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടില് 3 ക്യാമറാസും ഉണ്ട്. അങ്ങനെ ഡൗട്ടുള്ള ഹമ്പോ ഒക്കെ വരണമെങ്കിൽ നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആണല്ലേ? ഹൈഡ്രോളിക് കിറ്റ് അകത്തുനിന്ന് ബട്ടണിൽ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് അങ്ങനെ മേജർ ആയിട്ടൊരു പ്രോബ്ലം ഇതിന് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് 1000 HP കൂടുതൽ ഒരു വാഹനമാണ്. അതുപോലെ തന്നെ 1000-ലധികം ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. സോ ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ 300+ ആണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ 308 വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. 308 വരെ ദുബൈയില്. ദുബൈയിലൊരു മസ്കറ്റ് ദുബൈയിൽ ഒരു റോഡ് ഉണ്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത്, അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് രാത്രിയായിരുന്നു. പിന്നെ അതുകൊണ്ട് അതിന്റെ മുകളിലോട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ കുറച്ചും കൂടെ പോവായിരുന്നായിരിക്കും. ആ 300ലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്താ ഫീൽ ചെയ്തതിലേക്ക്? നമ്മളൊന്നും അത്ര ഒരിക്കലും അച്ചീവ് ചെയ്തിട്ടില്ല. 140 ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല. ഫുൾ ഫോക്കസിൽ കോൺസെൻട്രേഷനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ചേട്ടൻ ബേസിക്കലി ചേട്ടനെ ഞാൻ അറിയുന്ന കുറെ ഇവന്റ്സ് ചെയ്യുന്നതായിട്ടാണ്. ലൈക്ക് വലിയ കോർപ്പറേറ്റ് ഇവന്റ്സ് ആണ് ചേട്ടൻ ചെയ്യുന്നത്. നമുക്ക് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് ലുലുമാളിന്റെ അവിടെ വെച്ചൊരു ഇവന്റ് ചേട്ടൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി വാട്ട് ആർ ഇന്ത്യ എന്താ ചെയ്യുന്നത്? അല്ല, ഇവന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു ഡിവിഷനാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട്. എഞ്ചിനീയറിംഗ് തന്നെ ഇലക്ട്രോ മെക്കാനിക്കൽ ഉണ്ട്, സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്, ജനറൽ ട്രേഡിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ 3-4 വെർട്ടിക്കൽസ് ഉണ്ട്. അതിൽ ഒരു വെർട്ടിക്കലാണ് ഇവന്റ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഇവന്റ്സ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ അതെ അതെ, നമുക്ക് അത്യാവശ്യം നല്ലൊരു അപ്സ്കെയിൽ ക്ലയന്റിൽ ഉണ്ട്. അവരുടെ ഇവന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നാട്ടിലായിരിക്കോ അതോ ദുബൈയിലായിരിക്കും കൂടുതൽ സമയം? അല്ല, നമ്മൾ നാട്ടിലും ദുബൈയിലും മാത്രമല്ല, ബഹ്റൈനിലും ഒമാനിലും കൂടെ ഉണ്ട്. അപ്പൊ 4 നമ്മളിങ്ങനെ പിച്ച് ചെയ്ത്. ചേട്ടന്റെ സ്വന്തം എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണോ അതോ പാർട്ട്നേഴ്സ്? ഇങ്ങനെ ബഹ്റൈനിൽ പാർട്ട്ണർ ഉണ്ട്. പലയിടത്ത് പല അറേഞ്ച്മെന്റ് ആണ്. പല ബിസിനസിന് പല അറേഞ്ച്മെന്റ് ആണ്. ആണല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് നീ ഞങ്ങൾക്ക് വേണ്ടി ഏത് വണ്ടിയായിരിക്കും കൊണ്ടുവരിക? നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അത് ഇതിന്റെ വെറൈറ്റി പറഞ്ഞായിരിക്കും. അതെ അതെ അതെ, കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തായാലും വെറൈറ്റി പറഞ്ഞു. ഇന്ത്യയിൽ ഇത് ശരിക്കും നമുക്ക് ഈ ഒരു വാഹനം മാത്രമേ ഉള്ളെന്ന് ഉറപ്പ്? C8 സ്റ്റിംഗറേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത്രയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അത്രയും റേർസ് ആയിട്ടൊരു വാഹനമാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അത് ചെയ്യാനുള്ള അവസരം തന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് താങ്ക്സ്. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടനത് വളരെ വെൽക്കമിംഗ് ആയിരുന്നു. ഈ പ്രാവശ്യം റോബിൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. അപ്പം ചേട്ടാ അടുത്ത വണ്ടി വരുമ്പോൾ വിളിക്കാം. ഒരുപാട് വാഹനങ്ങൾ കൊണ്ടുവരാൻ വരട്ടെ. താങ്ക് യു സോ മച്ച്.